ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ ദിവസമായി സ്റ്റിച്ചിങ് വീഡിയോസ് ഇട്ടിട്ട് ഷോപ്പിൽ ഇച്ചിരി തിരക്കായിരുന്നു. അതിൻ്റെ കൂടെ എനിക്ക് നല്ല ത്രോട്ട് പെയിൻ ആയിരുന്നു, വോയിസ് തീരെ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ കുറച്ചൊന്ന് ലേറ്റ് ആയത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന തുണി എന്ന് പറഞ്ഞാൽ 2.5 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. കോട്ടണും ഇഷ്ടമുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ ഒരു കോട്ടൺ അല്ല, കോട്ടൺ മിക്സ് വരുന്ന ഒരു മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിതൊന്ന് മടക്കി ഇടുന്നതെന്ന് നോക്കാം. ഞാനിതുപോലെ നീളത്തിൽ 2ആയിട്ടൊന്ന് മടക്കിയിട്ടു, പിന്നെ വീതിയിൽ ഇതുപോലെ ഒന്ന് നമ്മൾ മടക്കിയിട്ടു. അങ്ങനെ 4 ഫോൾഡാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് 44 ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൊടുത്തിട്ട് ഞാൻ 46 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് നമുക്കിത് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് മാർക്ക് ചെയ്യാം. ഷോൾഡർ ഞാൻ കൊടുക്കുന്നത് 7 ഇഞ്ചാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, നമ്മളെപ്പോഴും കാണിക്കാറുള്ളതാണ്. സെയിം അതേ മെഷർമെൻറ്റ് തന്നെയാണ്. എത്രയാണോ നിങ്ങളുടെ അളവ് അത് തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. ആം ഹോളും 7 ഇഞ്ച് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ചെസ്റ്റ് വണ്ണം 10.5 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 12.5 മാർക്ക് ചെയ്തു. ഇവിടെ 1.7 മാർക്ക് ചെയ്ത് കേർവ് നമ്മൾ മാർക്ക് ചെയ്തു. ഷേപ്പ് ലെങ്ത് 14 ഇവിടുന്ന് 9 ഇഞ്ചാണ് ഷേപ്പ്, 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടു. പിന്നെ സ്ലിറ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്തു. അവിടുത്തെ വണ്ണം 11.5 1 ഇഞ്ച് കൂട്ടി 12.5 ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ സെയിം അളവ് തന്നെ എടുത്താൽ മതി കേട്ടോ. ഇതിനകത്ത് നെക്ക് ഡിസൈനാണ് നമ്മൾ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ താഴത്തെ വിരിവ് നമ്മൾ സ്റ്റിറ്റിന് വിരിവിനേക്കാളും 1 ഇഞ്ച് കൂട്ടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 11.5 ആണെങ്കിൽ ഇപ്പോൾ 1 ഇഞ്ച് കൂട്ടി 12.5 എടുത്തു. ഇവിടെ നമ്മൾ ഒന്നുകൂടെ കൂട്ടി 13.5 കൊടുക്കുക. എന്നിട്ടൊരു സ്കെയിൽ ഉപയോഗിച്ച് നമുക്കിതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ വരച്ചെടുത്തു. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് സൈഡ് നമുക്കൊന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ബാക്ക് സൈഡ് ഒന്ന് മാറ്റിയിടുക. എന്നിട്ട് ഫ്രണ്ട് സൈഡ് നമുക്ക് 1/2 ഇഞ്ച് ഒന്ന് കുഴിച്ചെടുത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുഴിച്ചെടുത്തില്ലെങ്കിൽ അവിടെ ചുളിവ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് കുഴിച്ചെടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്തു. ഫ്രണ്ട് സൈഡ് അറിയാൻ വേണ്ടി ഇതേപോലെ ഒരു മാർക്കിങ് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ലൈനിങ് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് വെക്കാനായിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ലൈനിങ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. ഇനി മിച്ചമുള്ള നമ്മുടെ സ്ലീവിൻ്റെ പീസ് ഇത്രയാണ്. അപ്പോൾ ഇത് ഒന്നുകൂടെ നമുക്ക് മടക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത്ത് വേണ്ടത് അത് ഇവിടെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു 14 ഇഞ്ചൊക്കെ ലെങ്ത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് 3.5 ഇറക്കി മാർക്ക് ചെയ്ത് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം. സ്ലീവ് ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് സ്ലീവിൻ്റെ ഒരു പ്രത്യേക വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും. പറ്റുവാണെങ്കിൽ നാളെയോ അതല്ലെങ്കിൽ മറ്റന്നാളോ ഇടാം. ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ട് സൈഡിൽ സ്ലീവിൻ്റെ 2 പീസ് ഇതുപോലെ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തു. ഇനി അടുത്തത് നെക്കാണ് ഇതിനകത്ത് വ്യത്യാസമുള്ളത്. ബാക്കിയെല്ലാം സെയിം അതേപോലെ തന്നെ കട്ടിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് വീഡിയോ ഭാഗം കാണണമെന്നില്ല, സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. നെക്കിൻ്റെ അകലം കുറച്ച് 3.5 ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വിരിവ് വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ താഴേക്ക് വരുമ്പോൾ ഇടുങ്ങിയ നെക്ക് പോലെ ആയിപ്പോകും. താഴേക്കുള്ള ഇറക്കം എന്ന് പറഞ്ഞാൽ 6 ഇഞ്ചാണ്. 1/2 ഇഞ്ച് ഷോൾഡർ കൂട്ടി 6.5 നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ആ ഭാഗത്ത് നമ്മൾ സ്ക്വയറായിട്ടൊന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം താഴേക്കുള്ള ഡിസൈനാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഒരു 15 ഇഞ്ച് ലെങ്ത്ത് ഞാൻ എടുക്കുകയാണ്. ഒരുപാട് താഴേക്ക് വെക്കേണ്ട. അപ്പം നെക്ക് താഴേക്ക് ഇറക്കം കൂടുന്തോറും ഇടുങ്ങിയ ഒരു മോഡൽ വരും. അപ്പം ഞാനൊരു 15 ഇഞ്ച് ഇതുപോലെ എടുത്തു. എന്നിട്ട് നമുക്ക് കറക്റ്റ് ആ ഒരു നെക്കിൻ്റെ പോർഷനല്ലേ ആ ഭാഗത്ത് വരുമ്പോൾ 1/2 ഇഞ്ച് വിരിവിട്ട് കൊടുത്തിട്ട് ഇതേപോലെ നമുക്കൊന്ന് കേർവ് ചെയ്ത് അതിലേക്ക് ടച്ച് ചെയ്തിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ നെക്കിനൊരു വൈഡ് വരും. അതല്ലെങ്കിൽ ഒത്തിരി അങ്ങ് ഇടുങ്ങിയ പോലെ ഇരിക്കും നമ്മൾ കറക്റ്റ് ഒരു വി ഷേപ്പ് കൊടുക്കുകയാണെങ്കിൽ. എന്നിട്ട് നമുക്കൊരു 1 ഇഞ്ച് വീതിയിൽ ഇവിടെ നമുക്ക് പുറമേക്കിട്ട് കട്ട് ചെയ്യാം. അതിനുശേഷം കറക്റ്റ് നമ്മൾ ആ മാർക്ക് ചെയ്ത 3.5 മുതൽ 15.5 വരെ ലെങ്ത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ വരെ നമ്മൾ ആ കേർവ് ചെയ്ത് മാർക്ക് ചെയ്തത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ലെങ്ത്തിൽ ഒരു നെക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ഭാഗത്ത് നമ്മളൊരു പീസ് വെച്ച് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കട്ട് ചെയ്ത ക്യാൻവാസ് ഉണ്ടല്ലോ, അത് കളയരുത്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇനി ബാക്ക് നെക്കാണ് 3.5 ഇഞ്ച് അകലവും. ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമ്മൾ ടോട്ടൽ 5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഷോൾഡർ കൂട്ടി. ഇനി ഇത് നമുക്കൊരു സ്ക്വയർ പോലെ മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് റൗണ്ട് നെക്ക് കൊടുക്കാം.
അപ്പോൾ ഇറക്കം ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് കൂടുതലോ കുറവോ അത് ഇഷ്ടമുള്ള അനുസരിച്ച് ചെയ്തെടുക്കാമേ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് ബാക്ക് നെക്ക് റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട് നെക്കും നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ട് നെക്ക് നമുക്കൊരു തുണിയിലേക്ക് അയൺ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഫുള്ളായിട്ട് പിൻ ചെയ്ത് വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അയൺ ചെയ്യുമ്പോൾ അത് നീങ്ങിപ്പോകും. നെക്കിൻ്റെ അകലം വ്യത്യാസം വരരുത്, കറക്റ്റ് അതേപോലെ തന്നെ കിട്ടണം. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ നടുക്കത്തെ ഒരു പീസ് ഞാൻ പറഞ്ഞല്ലേ കളയരുതെന്ന്, അപ്പോൾ അത് നമുക്ക് താഴെ വെക്കാനായിട്ട് വേണം. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഒരു 6.5 ഇഞ്ച് നമ്മുടെ നെക്കിൻ്റെ കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഏകദേശം ഇത്രയും വരും. അപ്പോൾ എത്രയാണോ ഇറക്കം നിങ്ങൾക്ക് വേണ്ടത് അത് വെച്ച് മാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് അവിടെ വെച്ച് നമുക്കിത് കട്ട് ചെയ്യാം. ഇതേപോലെ കട്ട് ചെയ്തു. ഇനി ഈ പീസിന് നമുക്ക് ഒരു കളർ ഇവിടെ വെച്ച് കൊടുക്കണം. അപ്പം നമുക്ക് മെറൂൺ കളറാണ് ഈ തുണിയുടെ ഷെയ്ഡ്. അപ്പോൾ നമുക്ക് അകത്ത് മെറൂൺ പീസ് വെച്ച് കൊടുക്കാം. ഈ ബ്ലാക്കിൽ മെറൂൺ ഫ്ലവറാണ് ഈ തുണിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ചേരുന്ന ഒരു മെറൂൺ കളർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് നമ്മൾ രണ്ടായിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുത്തു. കുറച്ച് കട്ടിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇത് വെച്ചിട്ട് നമുക്ക് അയൺ ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതേപോലെ മുകളിൽ 1 ഇഞ്ച് വിടുക. സൈഡെല്ലാം നമുക്കൊരു 2 ഇഞ്ച് വീതിയിൽ ഫുള്ളായിട്ട് എടുക്കുക. പിന്നീട് നമുക്കത് തയ്ക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയൊന്നും നമ്മൾ തയ്ച്ചിട്ടില്ല, അതെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് സ്ലീവിൻ്റെ താഴെ വെക്കാനായിട്ട് ഒരു 3 ഇഞ്ച് വീതിയിൽ 2 പീസ് ഇതുപോലെ വേണം. ഞാൻ മടക്കി ഇട്ടിരിക്കുകയാണ് തുണി. അപ്പോൾ നമുക്ക് സ്ലീവിന് വെക്കാനുള്ള 2 പീസ് റെഡി ആയിട്ടുണ്ട്. ബാക്കി എല്ലാ കട്ടിങ്ങും നമ്മുടേത് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ചിങ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ത്രോട്ട് പെയിൻ ഉള്ളതുകൊണ്ട് തന്നെ ഇത്രയും ലെങ്ത്ത് വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് ലേസ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ വെക്കാം. ഞാൻ ലേസ് എടുത്തതാണ്, പക്ഷേ അത് ഭയങ്കര ഗോൾഡ് കളറുള്ള ഒരു ലേസ് ആയതുകൊണ്ട് അത് വെക്കണമെന്നുള്ള ഒരു ഡൗട്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഈ നെക്കിൻ്റെ സൈഡിലൊക്കെ ലേസൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കട്ടെ, ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നുമല്ലോ വെക്കണോ വേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വെച്ച് ചെയ്യാം. പിന്നെ നമ്മുടെ നൈറ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ, ചുരിദാർ മെറ്റീരിയൽസിൻ്റെ വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും. നൈറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊന്ന് കയറി നോക്കുക. എൻ്റെ നമ്പറൊക്കെ ഞാനിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ചുരിദാർ മെറ്റീരിയൽസിൻ്റേത് പറ്റുവാണെങ്കിൽ നാളെയോ മറ്റന്നാളോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ ബൈ.